ആകാശവാണി വാർത്താവീക്ഷണം. അമേരിക്കയുടെ പകരച്ചുങ്കം, എതിർപ്പുമായി ലോകരാജ്യങ്ങൾ, ഇന്ത്യയ്ക്കും ആശങ്ക. തയ്യാറാക്കിയത് സിനോ സത്യൻ. അവതരണം ലക്ഷ്മി ശ്രീവിജയ. ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ തീരുവ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ തീരുമാനം ലോകരാജ്യങ്ങൾക്കിടയിൽ കടുത്ത എതിർപ്പിനാണ് വഴിവെച്ചിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ ഏകപക്ഷീയ തീരുമാനം ഇന്ത്യയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. പകരത്തിനു പകരം ഇറക്കുമതി തീരുവ ചുമത്താനാണ് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഫലത്തിൽ ലോകരാജ്യങ്ങളെ ആകെ ബാധിക്കും. അമേരിക്കയുമായി വിവിധ രാജ്യങ്ങൾ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവയാണ് ചുമത്തിയത്. അമേരിക്കയുടെ പ്രധാന വ്യാപാര പങ്കാളികളും സഖ്യകക്ഷികളുമായ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 20% തീരുവയാണ് ചുമത്തിയത്. ബ്രിട്ടനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10%, ജപ്പാന് 24%, ചൈനയ്ക്ക് 34% തീരുവ പ്രഖ്യാപിച്ചു. ബംഗ്ലാദേശിന് 37%, പാകിസ്ഥാന് 29%, ശ്രീലങ്കയ്ക്ക് 44%, ഇസ്രായേലിന് 17%മാണ് തീരുവ. ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിന്റെ പ്രതിഫലനമെന്ന നിലയിൽ ഉടനടി അന്താരാഷ്ട്ര തലത്തിൽ ഓഹരി വിപണി കുത്തനെ ഇടിഞ്ഞു. ഇന്ത്യയുടെ ഓഹരി വിപണിയിലും കനത്ത ഇടിവ് രേഖപ്പെടുത്തി. സെൻസെക്സ് 1.8%, നിഫ്റ്റി 1.5%മാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. അമേരിക്കൻ വിപണി മൂലധനത്തിൽ $2.7 ട്രില്യൺ നഷ്ടം സംഭവിച്ചതായി വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. 2020 സമ്പദ്വ്യവസ്ഥയിൽ കോവിഡ്-19 ആഘാതത്തിന് ശേഷമുള്ള ഏറ്റവും മോശം ദിവസമായാണ് ഇന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ ഈ ആഘാതത്തെ വിശേഷിപ്പിച്ചത്. ലോക സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ പ്രഹരമാണെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടപ്പോൾ താരിഫുകൾ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും വളർച്ച സ്തംഭിപ്പിക്കുമെന്നും ലോക വ്യാപാര സംഘടന ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇറക്കുമതിക്ക് കുറഞ്ഞത് 10% തീരുവ ചുമത്താനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ കുതിച്ചുയരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇത് ഫെഡറൽ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കൻ ഉൽപ്പാദന മേഖലയെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം വാദിക്കുന്നു. ഏതായാലും ആഗോള വിപണിയെ ഈ ഇറക്കുമതി തീരുവ സാരമായി ബാധിക്കും എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. തുണിത്തരങ്ങൾ, രാസവസ്തുക്കൾ, വാഹന ഭാഗങ്ങൾ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകളെ ഇത് ബാധിക്കും. ഏഷ്യൻ വിപണികളെയും പ്രതികൂലമായാണ് പകരച്ചുങ്കം ബാധിച്ചത്. ഓസ്ട്രേലിയ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ സൂചികകൾ 1%-നും 3.5%-നും ഇടയിൽ ഇടിവ് രേഖപ്പെടുത്തി. മിക്ക ഏഷ്യൻ വിപണികളും കനത്ത വിറ്റഴിക്കലിനാണ് സാക്ഷ്യം വഹിച്ചത്. ടോക്കിയോ, ഷാങ്ഹായ്, ഹോങ്കോങ്, ബാങ്കോക്ക്, സിയോൾ എന്നിവ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ച് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം മൊബൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ടെക്, IT, തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളെയാണ് പ്രധാനമായും ബാധിക്കുക. അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ ചരക്കുകൾക്കും കുറഞ്ഞത് 10% തീരുവ ചുമത്തിക്കൊണ്ടാണ് ട്രംപ് സമഗ്രമായ താരിഫ് നയം പുറത്തിറക്കിയത്. വൈറ്റ് ഹൌസ് റോസ് ഗാർഡനിൽ പ്രഖ്യാപിച്ച ഈ നീക്കം വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനും അമേരിക്കൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നു. അമേരിക്കൻ വാഹന വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള നീക്കത്തിൽ എല്ലാ വിദേശ നിർമ്മിത വാഹനങ്ങൾക്കും ട്രംപ് ഭരണകൂടം 25% താരിഫ് ഏർപ്പെടുത്തും. US, മെക്സിക്കോ, കാനഡ കരാർ പാലിക്കുന്നവ ഒഴികെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള എല്ലാ ഇറക്കുമതികൾക്കും 10% താരിഫ് ബാധകമാകും. കരാർ പാലിക്കാത്ത USMCA രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾക്ക് 25% തീരുവ തുടരും. അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ 26% താരിഫ് ഇന്ത്യയിലെ ആഭ്യന്തര കമ്പനികൾക്ക് വെല്ലുവിളികൾ സൃഷ്ടിക്കുമെങ്കിലും മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ നില അത്ര പരിതാപകരമല്ലെന്നാണ് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ ആഭ്യന്തര വ്യവസായ മേഖലയിൽ ഈ തീരുവകളുടെ ആഘാതം മറികടക്കാൻ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ, അലുമിനിയം, ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്ക് ഇതിനകം 25% താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 5 മുതൽ 8 വരെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ 10% അടിസ്ഥാന താരിഫിന് വിധേയമാണ്. ഏപ്രിൽ 9 മുതൽ അമേരിക്ക ചുമത്തിയ പകരച്ചുങ്കം അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ 26% തീരുവ ചുമത്തും. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ താരിഫ് നയം ശ്രദ്ധാപൂർവം പരിശോധിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി.
അമേരിക്കയുടെ തീരുമാനത്തിന്റെ ആഘാതം ഇന്ത്യ വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുമെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി പറഞ്ഞു. എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള സാധനങ്ങൾക്ക് 10% പുതിയ അടിസ്ഥാന തീരുവയും ഇന്ത്യയ്ക്ക് 26% പരസ്പര തീരുവയും ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞത്. 2030 ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം $500 ശതകോടി എന്ന നിലയിൽ ഇരട്ടിയാക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ട്രംപിന്റെയും ഫെബ്രുവരി 13 മിഷൻ 500 പ്രഖ്യാപനം നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായ ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ വേഗത്തിലുള്ള പൂർത്തീകരണത്തിനായി ഇന്ത്യ അമേരിക്ക വ്യാപാര സംഘങ്ങൾ ചർച്ചകൾ നടത്തിവരികയാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പകരച്ചുങ്കം വിഷയത്തിൽ പ്രതികരിച്ചു. വാഹന ഔഷധ വ്യവസായങ്ങളെയും കൃഷിയെയും ഈ തീരുവ ബാധിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതിനെതിരായി സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുത്തനെയുള്ള വർധനയാണ് തീരുവകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇത് ഇന്ത്യയുടെ വ്യവസായങ്ങളെയും സമ്പദ്ഘടനയെയും പ്രതികൂലമായി ബാധിക്കുമെന്നും CPIM നേതാവ് പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അടുത്ത സുഹൃത്താണെങ്കിലും ഇന്ത്യ കാലാകാലങ്ങളായി അമേരിക്കയിൽ നിന്ന് വൻതോതിലാണ് നികുതി ഈടാക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇന്ത്യ വളരെ കഠിനമായാണ് നികുതി ചുമത്തുന്നത്. പ്രധാനമന്ത്രി മോദി എന്റെ വളരെ നല്ല സുഹൃത്താണ്. പക്ഷേ നിങ്ങൾ ഞങ്ങളോട് ശരിയായ രീതിയിൽ പെരുമാറുന്നില്ല. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 52% ഇറക്കുമതി തീരുവ ഈടാക്കിയിരുന്നെങ്കിലും പതിറ്റാണ്ടുകളായി ഞങ്ങൾ അവരിൽ നിന്നും ഒന്നും ഈടാക്കുന്നില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. വളരെ കാലമായി അമേരിക്കൻ നയങ്ങൾ മുതലെടുത്ത് മറ്റു രാജ്യങ്ങൾ കൊള്ളയടിക്കുകയായിരുന്നുവെന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ ഇനി അങ്ങനെയുണ്ടാകില്ല എന്നും ഏപ്രിൽ 2 എന്നേക്കുമായി വിമോചന ദിനമായി അറിയപ്പെടുമെന്നും ട്രംപ് പറഞ്ഞു. ഇനി അമേരിക്കയ്ക്കുമേൽ നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്കുമേൽ പകരച്ചുങ്കം ചുമത്തുമെന്നും പ്രഖ്യാപനവേളയിൽ ട്രംപ് പറഞ്ഞു. വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇത് വ്യാപാര കമ്മി കുറച്ച് ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തുമെന്നും അമേരിക്ക കരുതുന്നു. ചൈനയുമായി അമേരിക്കയ്ക്ക് വലിയ തോതിൽ വ്യാപാര കമ്മിയുണ്ട്. ഇന്ത്യയുമായി അമേരിക്കയ്ക്ക് $3531 കോടി വ്യാപാര കമ്മിയാണുള്ളത്. ഫാർമസ്യൂട്ടിക്കൽസ്, സെമി കണ്ടക്ടറുകൾ, ചെമ്പ്, എണ്ണയും പ്രകൃതിവാതകവും കൽക്കരിയും LNGയും പോലുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങൾ എന്നിവയെയാണ് പകരച്ചുങ്കത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. തന്ത്രപരമായ ഇനങ്ങളാണ് ഇവ എന്ന് കണ്ടാണ് നടപടി. അതേസമയം ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾ ഈ താരിഫുകൾ നീതിയുക്തമല്ലെന്നാണ് പ്രതികരിച്ചത്. ട്രംപിന്റെ താരിഫുകൾക്കെതിരെ എതിർ നടപടികളിലൂടെ പോരാടുമെന്ന് കാനഡ അറിയിച്ചു. അമേരിക്കൻ താരിഫുകൾ തെറ്റായ നടപടിയാണെന്ന് ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളെ ദുർബലപ്പെടുത്തുന്ന വ്യാപാര യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കയുമായും യൂറോപ്പുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. പുതിയ താരിഫുകൾ ചുമത്തിയത് ഒരു സുഹൃത്തിന്റെ പ്രവൃത്തിയല്ലെന്നും എന്നാൽ തന്റെ രാജ്യം അമേരിക്കയ്ക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്തില്ലെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പറഞ്ഞു. ആവശ്യമെങ്കിൽ പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് വർധനയ്ക്ക് മറുപടിയായി അമേരിക്കയോട് പ്രതികരിക്കാൻ തയ്യാറാണെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ പറഞ്ഞു. എന്നാൽ ഇറക്കുമതി ചുങ്കത്തിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്ക് മറ്റു രാജ്യങ്ങൾ നീങ്ങുന്നത് ഗുരുതര പ്രത്യാഘാതം ആഗോള സാമ്പത്തിക രംഗത്തുളവാക്കാൻ കാരണമാകും. ഇന്ത്യ ഉൾപ്പെടെ വിദേശ വിപണികളെ കാര്യമായി ആശ്രയിക്കുന്ന വികസ്വര രാജ്യങ്ങൾക്കാണ് ഇത് കനത്ത ആഘാതമേൽപ്പിക്കുക. അതിനാൽ ആഗോളതലത്തിലെ സാമ്പത്തിക സന്തുലിതാവസ്ഥ നിലനിൽക്കാനും രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര സഹകരണം തുടരാനും ആവശ്യമായ ചർച്ചകളും തുടർ നടപടികളുമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. ഇതിനായി എല്ലാ ആഗോള ശക്തികളും ഒരുമിച്ച് പരിശ്രമിക്കുമെന്ന് നമുക്ക് കരുതാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. അമേരിക്കയുടെ പകരച്ചുങ്കം, എതിർപ്പുമായി ലോകരാജ്യങ്ങൾ, ഇന്ത്യയ്ക്കും ആശങ്ക.